നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പാണ് ഇനി വരാൻ പോകുന്ന വലിയ ഒരു ഇവന്റ് നമ്മുടെ സംസ്ഥാനത്തേക്ക്. അപ്പോൾ നിലമ്പൂരിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണം ലീഗ് തുടങ്ങിയിട്ടുണ്ട്, ചുവരെഴുത്തൊക്കെ ആരംഭിച്ചു, കൈപ്പത്തിയും വരച്ചു തുടങ്ങിയിട്ടുണ്ട്. ചന്തക്കുന്നിലാണ് ചുവരെഴുത്ത് തുടങ്ങിയിരിക്കുന്നത്. ശാന്തകുമാർ വെള്ളാലത്താൻ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർത്തത്. ശാന്തകുമാർ, കഴിഞ്ഞ ദിവസമൊക്കെ ലീഗ് വലിയൊരു കൺവെൻഷനൊക്കെ സംഘടിപ്പിച്ചതാണ്, നൂറുകണക്കിന് പേര് പങ്കെടുക്കുകയും ഒക്കെ ചെയ്തു. തൊട്ട് പിന്നാലെ അടുത്ത പടി ചുവരെഴുത്തും തുടങ്ങിയല്ലേ? തീർച്ചയായും ചെയ്തു. അത് തന്നെയാണ്, മുസ്ലിം ലീഗ് തന്നെയാണ് നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് തുടക്കം കുറിക്കുന്നതും വേഗത കൂട്ടുന്നതെന്ന് വേണമെങ്കിൽ പറയാം. കാരണം സ്ഥാനാർത്ഥിയെ നിർണയിച്ചിട്ടില്ല. സ്ഥാനാർത്ഥി നിർണയത്തിൽ കോൺഗ്രസിനുള്ളിൽ ചില തർക്കങ്ങളുണ്ട് എന്നുള്ള പ്രചരണ വാർത്തയെല്ലാം പുറത്തു വരുന്നുണ്ട്. അതിനൊപ്പം തന്നെയാണ് ഇപ്പോൾ കൈപ്പത്തി തന്നെ വരച്ചുകൊണ്ട് നിലമ്പൂരിൽ മുസ്ലിം ലീഗ് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നത്. അത് ഏറെ ശ്രദ്ധേയമായത് തന്നെയാണ്. കാരണം കഴിഞ്ഞ ദിവസമാണ് മുസ്ലിം ലീഗിന്റെ കൺവെൻഷനും ചേർന്നത്. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉൾപ്പെടെ മുസ്ലിം ലീഗിന്റെ മുതിർന്ന നേതാക്കൾ എല്ലാവരും പങ്കെടുത്ത ഒരു കൺവെൻഷൻ ആയിരുന്നു. അങ്ങനെ മുസ്ലിം ലീഗ് നിലമ്പൂരിൽ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. അത് കോൺഗ്രസിനേക്കാൾ മുന്നിൽ മുസ്ലിം ലീഗ് ഉണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിൽ തന്നെയാണ് അവരുടെ പ്രചരണം ആരംഭിച്ചിരിക്കുന്നത്. ശരി, ശാന്തകുമാർ വെള്ളാലത്താണ് വിവരങ്ങൾ നൽകിയത്. അപ്പോൾ നിലമ്പൂരിൽ ലീഗ് രണ്ടും കൽപ്പിച്ച് ഒരുങ്ങിക്കഴിഞ്ഞു. കഴിഞ്ഞ ദിവസത്തെ ലീഗ് കൺവെൻഷനൊക്കെ ഒരുപാട് പേര്, നൂറുകണക്കിന് പേര് പങ്കെടുത്തിയാണ്. തൊട്ട് പിന്നാലെ ചുവരെഴുത്തും ഒക്കെ തുടങ്ങിയിട്ടുണ്ട്.